ബാച്ച് വോട്ടിംഗ് സൈഡ് ഡ്രിപ്പിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആള് കണ്ടോ ആരാന്നുള്ളത്? നമ്മുടെ ക്ലാസ്സിന് ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള ആദ്യത്തെ ആളാണ് കേട്ടോ ഇത്. പേര് വന്നിട്ട് ചോട്ടിൻ ബുദിയ എന്നാണ്. എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല കേട്ടോ. ആള് വരുന്നത് നേപ്പാളിന്റെ അടുത്തുള്ള സ്ഥലത്തു നിന്നാണ്. കറക്റ്റ് നേപ്പാള് അല്ല, അടുത്തുള്ള സ്ഥലത്തു നിന്നാണ്. നമ്മുടെ സൈഡ് ഡ്രിപ്പിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മാത്രം വന്നല്ല കേട്ടോ. ആൾ 2 years ആയിട്ട് കോഴിക്കോട് ഒരു സലൂണിൽ വർക്ക് ചെയ്യാണ്. ആ സലൂണിന്റെ പേര് നമ്മൾ പറയുന്നില്ല. ആ സലൂണിൽ വർക്ക് ചെയ്യാണ് ആള്. ബാച്ച് വോട്ടിംഗ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാരി ഡ്രേപ്പിംഗും ബോക്സ് പ്ലേറ്റിംഗ് ആയിരുന്നു കേട്ടോ. ആൾക്ക് അത്യാവശ്യം കുറഞ്ഞൊരു സാരി തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രേപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബോക്സ് പ്ലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അതിന് നമ്മൾ പ്രീ പ്ലേറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീ പ്ലേറ്റിംഗ് കഴിഞ്ഞ ശേഷം ബോക്സ് പ്ലേറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ ഞാൻ കാണിച്ചു കൊടുത്തു. എന്നതിന് ശേഷമാണ് നമ്മളെ സ്റ്റുഡന്റിനെ കൊണ്ട് ബോക്സ് പ്ലേറ്റിംഗ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. കുറച്ച് ടാസ്ക് ആയിരുന്നു ബോക്സ് പ്ലേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കൊടുത്തുള്ള സാരി അത്യാവശ്യം കുറഞ്ഞ സാരി ആയിരുന്നു. പക്ഷെ ആളത് ഒരു ദിവസം കൊണ്ട് തന്നെ സാരി ഡ്രേപ്പിംഗും ബോക്സ് പ്ലേറ്റിംഗും ആള് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ എന്നുള്ളത്. ആൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് തന്നെയായിരുന്നു ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ മോഡൽ വന്നിട്ട് ആർദ്ര, ആളാണ് വിളിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, ആൾക്ക് പാറു എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ ഇന്നത്തെ മോഡലിൽ തന്നെയാണ് നമ്മൾ സ്റ്റുഡന്റും സൈഡ് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഡ്രേപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തു. സെയിം അതേപോലെ തന്നെ ആളും ഡ്രേപ്പ് ചെയ്തിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സൈഡ് ഡ്രേപ്പ് ചെയ്യുന്നുണ്ട്. ആൾക്ക് അയണിങ് കാര്യത്തിൽ മാത്രം ചെറിയ ഡൗട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ ബോക്സ് പ്ലേറ്റിംഗിലും. അപ്പൊ ഇതേപോലെ ക്ലാസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ DM ചെയ്ത്